ഞാനിങ്ങനെ പോരാടുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്വകാര്യമായിട്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് ഫോണിൽ കൂടെ സംസാരിക്കില്ല. കാരണം എല്ലാവർക്കും ഫോണിൽ കൂടി സംസാരിക്കാൻ പേടിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമോ, നമ്മളിത് പുറത്തു വിടുമോന്ന്. അത് കാരണം ഏതാ സോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. സോഹൻലാലാണ് എന്നെ വിളിച്ചത്. ഞാൻ പക്ഷെ ചാനലുകൾ മാറി 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 വിളിക്കുന്നതായിരുന്നു. ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സോഹൻലാലിനോട് സംസാരിച്ചില്ല. കാരണം എന്നോട് സംസാരിക്കേണ്ടവർ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല 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 ഇല്ല, ആരും വിളിച്ചില്ല. അവളെ വിളിച്ചത് സംയുക്ത വർമ്മ, മഞ്ജു വാര്യർ, WCCയിലെ ചില മെമ്പേഴ്സ്, അവരൊക്കെയാണ് അവളെ വിളിച്ചത്. ഇല്ല ഇല്ല ഇല്ല, ആരും വിളിച്ചില്ല. എന്തിന് ഒരു അവൾക്കൊപ്പം എന്ന് എത്രയോ പേര് പോസ്റ്റ് ഇട്ടു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് പോലും അവൾ അർഹിക്കുന്നില്ലേ? സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അത് അവനോടൊപ്പം അല്ല എന്ന അർത്ഥം അയാൾക്ക് ഉണ്ടായാലോ എന്നൊരു ഭയമുണ്ടല്ലോ. അതാണ് അവരത് ഇടാതെ പോകുന്നത്. അതുകൊണ്ട് അവിടെ സ്ത്രീകൾ ഇരുന്നത് കൊണ്ടൊന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലിയറായി. ഇന്നലെ രാവിലെ പോകുമ്പോൾ നമ്മൾ വിഷ്വൽ കണ്ടു. നല്ല ഭയത്തോടു കൂടെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു. പുറത്ത് വന്നപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് വന്ന് അപ്പോഴാണ് നിങ്ങൾ മാധ്യമങ്ങളെ അതേ അഭിമുഖീകരിക്കുന്നത്. അതേ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വിചിത്രമായ കാര്യം, പോകുന്നതിന് മുമ്പ് തന്നെ എന്തോ പ്രസ് മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയ പോലെ തോന്നി. ലഡു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ലഡു റെഡിയാക്കി വെച്ചിട്ടില്ല, പത്രസമ്മേളനം വിളിച്ചില്ല. കാരണം നമ്മൾ മെന്റലി പ്രിപ്പയർഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മഞ്ജു വാര്യരുടെ കാര്യം ഇതുവരെ പറയാതെ ഇന്നലെ അത് പറയുന്നുണ്ട് എങ്കിൽ അതില് വളരെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമാണ്, ഒരു ഭയമുണ്ട്. കാരണം എപ്പോഴും ഒരാൾ അയാൾക്ക് ഇരയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. ഏതോ ഒരു പെണ്ണ് ഇരയാണ്. ഇപ്പോൾ അവൾ കഴിഞ്ഞു. ഇനി അവൾക്ക് എന്ത് അപകടം സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി അയാളായിരിക്കും. അവളെ ഇനി തൊട്ട് കളിക്കില്ല. പക്ഷെ മഞ്ജുവിനെ ഞാൻ മഞ്ജു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ മഞ്ജുവിനോട് അന്ന് വർഷങ്ങൾ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, മഞ്ജു സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, എതിരാളി വളരെ ശക്തനാണെന്ന് ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ അവളോട് പറയും.